ബേസിക് ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് 9 മണിക്ക്, പിന്നെ 12 മണിക്ക്, പിന്നെ 3 മണിക്ക്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സുകൾ 4 റെക്കോർഡഡ് ക്ലാസ് ആണ്. കാലത്ത് 9 മണിക്ക് ഇത്രയും ദിവസം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള SCRT പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള SCRT ആണ് പഠിക്കുന്നത്. 9 മണിക്ക് സയൻസിന്റെ ഭാഗമായിട്ടുള്ള SCRT പാഠഭാഗങ്ങളാണ്. ഇപ്പം നമ്മൾ ബയോളജിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദെൻ 12 മണിക്ക് നമുക്ക് പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ്. ഇപ്പം നമ്മൾ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം, ആ ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് ഏതൊക്കെ GK പോർഷൻസ് ആണോ പഠിക്കുന്നത് ആ ഭാഗത്ത് നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച, പ്രത്യേകിച്ച് 2021 മുതൽ 24 വരെയുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ നമുക്ക് ലൈവായിട്ട് ചെയ്യുന്നുണ്ട് 8 മണിക്ക്. പിന്നെ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. അതും ലൈവായിട്ട് ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 6 ക്ലാസ്സുകൾ ഒരു ദിവസം നൽകുന്നുണ്ട്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. വീക്ക്ലി നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്, മന്ത്ലി റിവിഷൻ ചെയ്യുന്നുണ്ട്, ഡെയിലി നമ്മൾ ഓരോ ദിവസം പഠിക്കുന്ന ചോദ്യങ്ങൾ വൈകുന്നേരം റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അവിടെയാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും നോട്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലഗ്രാമിലൂടെയാണ്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 1 മന്ത് ആയി. കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇനി 2-3 ക്ലാസ്സും കൂടി ആയിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട SCRT പാഠഭാഗം എടുക്കുമോ എന്ന് ഒരുപാട് പേരായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു SCRT ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സും കൂടെ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ക്ലാസ്സിലെല്ലാം തന്നെ. എങ്കിലും SCRT പാഠഭാഗം വെച്ച് SCRT ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പഠിക്കേണ്ട, സിലബസ് പ്രകാരം പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പാഠഭാഗങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കിയതിൻ്റെ കൂട്ടത്തിൽ ഈ ക്ലാസ്സും കൂടെ കണ്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തുള്ള SCRT പാഠഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ആണ്, നമ്മുടെ ഭരണഘടന. നമ്മളെപ്പോഴും ബേസിക് മുതലാണ് പഠിച്ചു പോകുന്നത്, അപ്പോൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഭരണഘടനാ നിർമ്മാണം, ആമുഖം, ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ, മൗലികാവകാശങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, 7th ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കുക. എല്ലാ വർഷവും ജനുവരി 26 നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. എല്ലാ വർഷവും ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. അത് ഒരു ക്വസ്റ്റ്യൻ ആണ്, 10th ലെവൽ പ്രിലിംസിനൊക്കെ വരാവുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. ഓക്കെ, ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി. ഓക്കെ, ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. ഓക്കെ, തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രത്തലവനായിട്ടുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, ഭരണഘടന എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ.
അപ്പോൾ ആദ്യം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നത്? ആമുഖമുണ്ട്. ആമുഖം അഥവാ പ്രിയാമ്പിൾ, 395 അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾസ്, 12 പട്ടികകൾ ഷെഡ്യൂൾസ്, 22 ഭാഗങ്ങൾ പാർട്സ് 22 ഉണ്ട്, 98 ഭേദഗതികൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എന്ന് വരെയാണ്? മെയ് 2013 വരെ 98 ഭേദഗതികളായിരുന്നു. ഇനി നമുക്ക് ഭരണഘടനയെക്കുറിച്ച് നോക്കാം. എന്താണ് ഭരണഘടന? ആദ്യം തന്നെ എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. നമ്മൾ ഓരോ വരികളും വായിക്കുന്നുണ്ട്. കാരണം എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കുക, രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഭരണഘടനയിൽ നിന്നാണ്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് നോക്കുക. 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിനായി വേണ്ടി വന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിനായി വേണ്ടി വന്നത് എത്രയാണ്? 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് വേണ്ടി വന്നത്. ഓക്കെ, ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താല്പര്യമനുസരിച്ചാണ് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും. ഓക്കെ, ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താല്പര്യമനുസരിച്ചിട്ടാണ് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും. തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് ഏറ്റവും അഭിമാനകരമാണ്. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഫലമായി ഉയർന്നു വന്ന ആശയങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രതിഫലനമാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് മുതലാണ് നമ്മൾ വായിച്ച് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, എവിടെ നിന്ന് എന്ത് ചോദ്യം വന്നാലും നമുക്ക് എഴുതാനായിട്ട് പറ്റുന്ന രീതിയിൽ പഠിക്കാം, ബേസിക് മുതൽ. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണം. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് എങ്ങനെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. എപ്പോഴും ചോദിക്കുന്നതാണ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ഓക്കെ, തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പോൾ സ്ഥിരം അധ്യക്ഷനാണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഓക്കെ, നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത്. ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഓക്കെ,
ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി എന്ത് ചെയ്തു? ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി. വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അപ്പോൾ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എപ്പോഴാണ്? 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത്. ഈ ദിനം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവംബർ 26 ഭരണഘടനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്നാൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26 ഔദ്യോഗികമായി നിലവിൽ വന്നത്. അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറി. ഇനി അടുത്തത് നോക്കുക, ഭരണഘടനയുടെ ആമുഖം. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖം കൊടുത്തിരിക്കുന്ന നോക്കുക. ഭാരതത്തിൻ്റെ ഭരണഘടന ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അതുതന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നോക്കി വയ്ക്കുക കേട്ടോ. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭാരതത്തിൻ്റെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ്. ഇനി നോക്കുക, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നതാണ് അതിൻ്റെ ആമുഖം. ആമുഖത്തിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നതാണ് അതിൻ്റെ ആമുഖം. ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. അതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം എന്ന് പറയാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സത്ത എന്നറിയപ്പെടുന്നത് എന്താണ്? ആമുഖമാണ്. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ്? അതും ആമുഖമാണ്. ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കാം, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ആദ്യം പരമാധികാരം. എന്താണ് പരമാധികാരം? ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ് പരമാധികാരം എന്ന് പറയുന്നത്. ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ് പരമാധികാരം. അടുത്തത് സ്ഥിതി സമത്വം. സ്ഥിതി സമത്വം എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. അടുത്തത് ജനാധിപത്യം. എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു. അതാണ് ജനാധിപത്യം, അല്ലെ? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നതാണ് ജനാധിപത്യം. അടുത്തത് റിപ്പബ്ലിക് ആണ്. രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്, അല്ലെ? രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നതാണ് റിപ്പബ്ലിക്. അടുത്തത് മതേതരത്വം. എന്താണ് മതേതരത്വം? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാം, താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ആമുഖ ലക്ഷ്യങ്ങൾ? പരമാധികാരം,
സ്ഥിതി സമത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്, മതേതരത്വം എന്നിവയാണ്. ഓക്കെ, ഇനി ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങി പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞതല്ലാതെ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങി പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആമുഖം എന്താണെന്ന് പഠിച്ചു. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുക. എന്തൊക്കെയാണ്? ഒന്ന്, പാർലമെന്ററി ഭരണ സമ്പ്രദായം. ഒന്നാമത്തേത് എന്താണ്? പാർലമെന്ററി ഭരണ സമ്പ്രദായം. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. പാർലമെന്ററി ഭരണ സമ്പ്രദായമാണ് ഒന്നാമത്തെ സവിശേഷത, ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ സവിശേഷത. രണ്ട്, മൗലിക അവകാശങ്ങൾ. മൂന്ന്, മൗലിക കർത്തവ്യങ്ങൾ. നാല്, നിർദ്ദേശക തത്വങ്ങൾ. അഞ്ച്, നിയമവാഴ്ച. ആറ്, സംയുക്ത വ്യവസ്ഥ. ഏഴ്, എഴുതപ്പെട്ട ഭരണഘടന. എട്ട്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ 8 സവിശേഷതകളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട 8 സവിശേഷതകളാണുള്ളത്. ഏതൊക്കെയാണ്? പാർലമെന്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഓക്കെ, ഇനി ഓരോ സവിശേഷതയും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്താണെന്നുള്ളത് നോക്കാം. പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായമാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് എന്താണ്? പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായമാണ്. എന്താണ് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായം എന്ന് വെച്ചാൽ, രാജ്യഭരണത്തിനു വേണ്ടി ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. ഈ പ്രതിനിധി സഭ പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം. ഓക്കെ, അപ്പോൾ എന്താണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യഭരണത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും പോയി വോട്ട് ചെയ്യുന്നതാണ് അല്ലേ? അപ്പം നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. ഈ പ്രതിനിധി സഭയെയാണ് നമ്മൾ പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി പാർലമെന്ററി ഭരണ സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്താണ്? നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. ഇന്ത്യയിലെ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം എവിടേക്കാണ്? കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. കേന്ദ്രത്തിൽ പാർലമെന്റ് പോലെ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭകളുണ്ട്. കേന്ദ്രത്തിൽ പാർലമെന്റ് എന്ന് പറയുന്നത് പോലെ സംസ്ഥാനങ്ങളിൽ എന്താണ്? സംസ്ഥാന നിയമസഭകളുണ്ട്. പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും, സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും അധികാരത്തിൽ തുടരാനാവില്ല. അപ്പോൾ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും പാർലമെന്റിൽ തുടരണമെങ്കിൽ എന്ത് വേണം? ഭൂരിപക്ഷം വേണം. പാർലമെന്റിലെ ഭൂരിപക്ഷം നഷ്ടമായി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും തുടരാൻ കഴിയില്ല. സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും എന്ത് ചെയ്യാൻ പാടില്ല? അധികാരത്തിൽ തുടരാനാവില്ല. ഭരണാധികാരികളുടെ മേൽ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ പാർലമെന്ററി ഭരണ സമ്പ്രദായം ഉറപ്പാക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അപ്പോൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ടാണ് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെന്ററി എന്ന് പറയുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ചേർന്നിട്ട്
അവർ പ്രതിനിധി സഭ രൂപീകരിക്കുന്നു, അവരാണ് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. അപ്പോൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ടാണ് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നടക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ് എന്നിവ. ഓക്കെ, പ്രസിഡൻഷ്യൽ സമ്പ്രദായമുള്ളത് അമേരിക്കൻ ഐക്യനാടുകളിലും ഫ്രാൻസിലുമൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്നുള്ളത് നമ്മൾ പഠിച്ചു. അടുത്തത് മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്? ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. എന്താണ്? ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതികളെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പൗരന് ഹൈക്കോടതികളെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ്. അത്തരം സന്ദർഭങ്ങളിൽ കോടതിക്ക് പൗരന്റെ അവകാശ സംരക്ഷണത്തിനായിട്ട് എന്ത് ചെയ്യാം? ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാനുള്ള അവകാശം ഭരണഘടന നൽകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മൗലികാവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഓക്കെ, ഇനി ഇവിടെ വിദ്യാഭ്യാസ അവകാശം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സർവശിക്ഷ അഭിയാൻ, സർവരും പഠിക്കുക സർവരും വളരുക. നോക്കാം, ഈ ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഓക്കെ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്താണ്? മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ള അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാരിൻ്റെ പദ്ധതികളിൽ ഒന്നായ സർവശിക്ഷാ അഭിയാന്റെ ലോഗോയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉത്തരവാദിത്തം, അതായത് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ലോഗോയാണ് കൊടുത്തിട്ടുള്ളത്. വിദ്യാഭ്യാസ അവകാശം, സർവശിക്ഷാ അഭിയാൻ, സർവരും പഠിക്കുക സർവരും വളരുക എന്ന് പറയുന്ന ഇത്. ഓക്കെ, അപ്പം നമ്മൾ മൗലിക അവകാശങ്ങൾ എന്താണെന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി വലിയ ക്ലാസ്സിൻ്റെ പഠിക്കുമ്പോൾ പഠിക്കും. ഓക്കെ ആണല്ലോ? നോക്കുക, അടുത്തത് മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്റെ അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുള്ളതുപോലെ മൗലിക കർത്തവ്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോ പൗരനും ഉറപ്പായും നിറവേറ്റേണ്ട കർത്തവ്യങ്ങളെയാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്തിനൊക്കെയാണ്? ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. ഓരോ പൗരനും അവകാശങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം
കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം സുഗമമായി മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ മൗലിക അവകാശങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ഓരോ പൗരനും അവകാശങ്ങൾ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സമൂഹം സുഗമമായി മുന്നോട്ട് നീങ്ങുന്നത്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. കടമകൾ കൂടാതെ അവകാശങ്ങൾക്ക് നിലനിൽപ്പില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നിങ്ങൾ വിവിധ പാഠപുസ്തകങ്ങളിൽ നൽകിയിട്ടുണ്ട്. നമ്മളിനി കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ എന്താണ് എന്നുള്ളത് ഒരു ബേസിക് ഐഡിയ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, വരുന്ന ക്ലാസ്സുകളിലല്ല, ഇനി എടുക്കാൻ പോകുന്ന അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കുക. നിർദ്ദേശക തത്വങ്ങളെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു കൊളാഷ് കൊടുത്തിട്ടുണ്ട്, നോക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം, വരയാടുകളെ സംരക്ഷിക്കാൻ പ്രത്യേക ദേശീയോദ്യാനം, സാമ്പത്തിക സാമൂഹിക പിന്നോക്കരായവർക്ക് സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുന്നു, പുരാതന കോട്ടകളുടെ സംരക്ഷണം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. അപ്പോൾ ഇവിടെ നിർദ്ദേശക തത്വങ്ങൾ എന്താണ് എന്നാണ് പറയുന്നത്. ഈ വാർത്താ കൊളാഷ് വിശകലനം ചെയ്താൽ കണ്ടെത്താവുന്ന നിർദ്ദേശക തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക, രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക, ദേശീയ പ്രാധാന്യവും ചരിത്രപരമായിട്ടുള്ള മൂല്യമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക, സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയാണ് നിർദ്ദേശക തത്വങ്ങൾ. അപ്പം നിർദ്ദേശക തത്വങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയാണ് എന്തെന്നറിയപ്പെടുന്നത്? നിർദ്ദേശക തത്വങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെന്റ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയിൽ സമീപിച്ച് പരിഹാരം തേടാം എന്ന് നമ്മൾ പറഞ്ഞല്ലേ. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനാവില്ല. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ തന്നിട്ട് നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് കോടതിയെ സമീപിക്കാം എന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അതിൽ തെറ്റായത് ഏത് ശരിയായത് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാം? നമുക്ക് കോടതിയെ സമീപിച്ച് പരിഹാരം കാണാം. ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയോ സമീപിച്ച് പരിഹാരം കാണാം. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? കോടതിയെ നമുക്ക് സമീപിക്കാനാകില്ല. ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടി കോടതിയെ സമീപിക്കാനാവില്ല. ഓക്കെ, ഇനി അടുത്തത് നിയമവാഴ്ച. നോക്കുക, എന്താണ് നിയമവാഴ്ച? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, അല്ലെ? എന്താണ് ഇതിനർത്ഥം? ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ്. ജനാധിപത്യ ചിന്തയുടെ വളർച്ചയോടുകൂടിയാണ് നിയമവാഴ്ച എന്ന ആശയം ഉയർന്നു വന്നത്. നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായിട്ടുള്ള രൂപത്തിൽ വികസിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണഘടന അടിസ്ഥാനമാക്കിയാണ്. എല്ലാ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളും ഇന്ന് ഈ ആശയത്തെ അടിസ്ഥാനമാക്കുന്നു. നമ്മുടെ ഭരണഘടന ഈ ആശയം പൂർണ്ണമായി ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല എന്നുള്ളതാണ് നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് പഠിച്ചു വെക്കുക, ചോദിക്കാറുള്ളതാണ് കേട്ടോ. നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞ് കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. ഓക്കെ, അടുത്തത് സംയുക്ത ഭരണ വ്യവസ്ഥ. ഓക്കെ, സംയുക്ത ഭരണ വ്യവസ്ഥ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറഞ്ഞ് 8 സവിശേഷതകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംയുക്ത ഭരണ വ്യവസ്ഥ, ഫെഡറൽ സിസ്റ്റമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫെഡറലിസം നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. +1 ആ ഒരു ഭാഗം നമ്മൾ പഠിച്ചില്ല, അത് പഠിക്കാം കേട്ടോ. സംയുക്ത ഭരണ വ്യവസ്ഥ, ഫെഡറൽ സിസ്റ്റം നോക്കുക.
ഇവിടെ ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ന്യൂഡൽഹി ഭക്ഷ്യസുരക്ഷാ ബിൽ പാർലമെന്റ് പാസാക്കി സംസ്ഥാന ഗവൺമെന്റുകളുടെയും പ്രാദേശിക ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കി. അപ്പോൾ വാർത്ത നമ്മൾ കണ്ടു. 2013 പാർലമെന്റ് അംഗീകരിച്ച നിയമമായ ഒരു പ്രധാന ബില്ലാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ എന്ന് പറയുന്നത്, അല്ലെ? 2013 ഭക്ഷ്യസുരക്ഷാ ബില്ല് വരുന്നത്. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഭക്ഷ്യസുരക്ഷാ ബില്ലിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുക. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിയമം സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റുകൾ ഇത് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണ രീതിയാണ് ഇന്ത്യയിലുള്ളത്. ഇത് സംയുക്ത ഭരണ വ്യവസ്ഥ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതിയാണ് ഇന്ത്യയിലുള്ളത്. ഇതിനെയാണ് സംയുക്ത ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. സംയുക്ത വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതിനെ ഏകായത്ത ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നു. ഓക്കെ, കേന്ദ്രവും സംസ്ഥാനവും പ്രാദേശിക ഗവൺമെന്റും കൂടെ ചേർന്ന് വരുന്നതാണ് ഭരണവ്യവസ്ഥയാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. യൂണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ഏകായത്ത ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഭരണവ്യവസ്ഥയാണ്. വിസ്തൃതവും പ്രാദേശിക വൈവിധ്യം നിറഞ്ഞതുമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ വൈവിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ ഫെഡറൽ ഭരണ സംവിധാനം സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി എഴുതപ്പെട്ട ഭരണഘടന. നമ്മുടെ ഭരണഘടന ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതു രാജ്യത്തിൻ്റെതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇന്ത്യയുടേതാണ്. ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകൾ നിലവിലുണ്ട്. എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നേ അർത്ഥമുള്ളൂ. ഇത്തരം ഭരണഘടനകളിൽ ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ രാജശാസനങ്ങൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപങ്ങളിൽ നിലകൊള്ളുന്നു. ഓക്കെ, എഴുതി തയ്യാറാക്കാത്ത ഭരണഘടനയിൽ ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ചട്ടങ്ങൾ, രാജശാസനങ്ങൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നിങ്ങനെയുള്ള രൂപത്തിലാണ് നിലകൊള്ളുന്നത്. ഓക്കെ, ഇനി ഇവിടെ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളും എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നോക്കുക, എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് ഫസ്റ്റ് നമ്മുടെ ഇന്ത്യ, ദെൻ അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് പറഞ്ഞ് ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലൻഡ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. താഴെ തന്നിട്ടുള്ളവയിൽ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് അങ്ങനെ ചോദിക്കാമല്ലോ. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ് പറയുന്നത്. നോക്കുക, പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമസംരക്ഷണം ഉറപ്പുവരുത്തുകയുമാണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല. ഓക്കെ, അപ്പോൾ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടാണ് നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനമുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമസംരക്ഷണം ഉറപ്പും വരുത്തുകയാണ് എന്തിൻ്റെ ലക്ഷ്യം? നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. ഭരണകൂടത്തിൻ്റെ മറ്റ് രണ്ട് വിഭാഗങ്ങളായിട്ടുള്ള നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും സ്വാധീനത്തിൽ നിന്ന് നീതിന്യായ വിഭാഗം സ്വതന്ത്രമാണ്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ മറ്റ് രണ്ട് വിഭാഗങ്ങളായിട്ടുള്ള നിയമനിർമ്മാണ സഭയുടെയും, അതായത് ലെജിസ്ലേച്ചർ, കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും എക്സിക്യൂട്ടീവ്. ഇതിൽ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ഭാഗം നമ്മൾ +1 പാഠഭാഗത്തിൽ എടുക്കാത്തതാണ്. ഫെഡറലിസം, കാര്യനിർവഹണ വിഭാഗം, അതുപോലെ തന്നെ പൗരത്വം. ഈ 3 ചാപ്റ്ററാണ് നമുക്ക് +1 പഠിക്കാനായിട്ടുള്ളത്. അത് ഞാൻ ഉടനെ തന്നെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ ഇതിൽ നിന്നും എന്താണ്? നീതിന്യായ വിഭാഗം എന്താണ്? സ്വതന്ത്രമാണ്. ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. ഓക്കെ, ഇനി ഇവിടെ തന്നിട്ടുണ്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഏറ്റവും മേലെ വരുന്നത് ഏതാണ്? സുപ്രീം കോടതി. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? സുപ്രീം കോടതിയാണ്. ദെൻ അടുത്തത് ഹൈക്കോടതി,
ദെൻ ജില്ലാ കോടതി, ദെൻ അത് കഴിഞ്ഞ് സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. ഓക്കെ, അതിൽ സിവിൽ കേസുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുൻസിഫ് കോടതിയാണ് സിവിൽ കേസുകൾ എടുക്കുന്നത്, ക്രിമിനൽ കേസുകൾ എടുക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഉയർന്നത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? മുൻസിഫ് കോടതിയാണ്. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട താഴ്ന്ന കോടതി ഏതാണ്? മജിസ്ട്രേറ്റ് കോടതിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം കിട്ടി അല്ലെ. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മുൻസിഫ് കോടതി, ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി അടുത്തത് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റിനെ കുറിച്ചാണ് നോക്കുക. ആദ്യം തന്നെ ഇവിടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞൊരു പത്രത്തിന്റെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്നുള്ള വ്യവസ്ഥ മൗലിക അവകാശത്തിന്റെ ഭാഗമാക്കി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമായിരുന്നു അല്ലേ? അപ്പോൾ അതങ്ങനെ ആയിരുന്നില്ലെങ്കിലും പിന്നീട് മൗലിക അവകാശമാക്കി മാറ്റി. അതാണ് ഇവിടെ കട്ടിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പരാമർശം ഭരണഘടനയിൽ എവിടെയാണ് ഉണ്ടായിരുന്നത്? 2002 പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായത്. അപ്പോൾ 2002 അല്ലെ, 2002 പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശം എന്തായിട്ട് മാറുന്നത്? മൗലിക അവകാശമായത്. ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്താറുണ്ട്. ഇതിനെ ഭരണഘടനാ ഭേദഗതി എന്നാണ് വിളിക്കുന്നത്. ഭരണഘടനയിൽ ചില കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലും നടത്താറുണ്ട്. ഇതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ ഭരണഘടനയിൽ മാറ്റം വരുത്താനുള്ള അല്ലെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ആർക്കാണ് അധികാരമുള്ളത്? പാർലമെന്റിനാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒരിക്കലും മാറ്റം കഴിയില്ല. ഓക്കെ, ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ കഴിയും, എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയില്ല. സ്വത്തവകാശം ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലികാവകാശമായിരുന്നു. ഓക്കെ, 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ 6 ഉള്ളൂ. സ്വത്തവകാശം എന്തായിരുന്നു? മൗലികാവകാശമായിരുന്നു. എന്നാൽ പിന്നീട് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്തായിട്ട് മാറി? മൗലിക അവകാശമല്ലാതെയായിട്ട് മാറി. അതൊരു നിയമാവകാശമായിട്ട് മാറി. ഓക്കെ, സ്വത്താവകാശം എങ്ങനെയാണ് മൗലികാവകാശം അല്ലാതായത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സംഘടനകളും സ്ഥാപനങ്ങളും ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും ഭരണഘടനയെ അനുസരിച്ച് ജീവിക്കുവാനും ഭരണഘടന കാത്തു സൂക്ഷിക്കുവാനും ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നതിൽ ബേസിക് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. അപ്പോൾ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അല്ലേ. അപ്പോൾ ഈ നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. നിയമനിർമ്മാണ വിഭാഗം, നീതിന്യായ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ +1 ഓരോ ചാപ്റ്ററും വളരെ വിശദമായിട്ട് നമ്മൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ നോട്ടാക്കിയിട്ട് തന്നിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, +2 മെയിൻസും ഡിഗ്രി ലെവൽ മെയിൻസ് ഉള്ളവർ അതും കൂടെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മുകളിൽ തന്നിട്ടുള്ള 3 ചിത്രങ്ങളും ഏതൊക്കെയാണെന്ന് പറയാൻ കഴിയാമോ? ഇത് വളരെ 8ാം ക്ലാസ്സിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ ചിത്രങ്ങൾ വെച്ചിട്ടൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം മുതലാണ്. അപ്പോൾ 1ാമത്തെ ചിത്രം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെന്റ് മന്ദിരവും. 1ാമത്തെ ചിത്രം എന്താണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചിത്രം 1 എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെന്റ് മന്ദിരവും. 2ാമത്തെ ചിത്രം കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയും. കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് 2ാമത്തെ ചിത്രം. ദെൻ 3ാമത്തെ ചിത്രം ഏതാണ്? നീതിന്യായ വ്യവസ്ഥയുടെ
പരമോന്നത സ്ഥാപനമായിട്ടുള്ള സുപ്രീം കോടതി സമുച്ചയവുമാണ്. നമുക്കറിയാം അല്ലേ, ചിത്രം ഒന്ന് ജസ്റ്റ് നോക്കുക. ഇവ മൂന്നും ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഓക്കെ, ഇത് മൂന്നും എന്താണ്? ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് എന്തെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ട നിയമനിർമ്മാണ സഭ അല്ലെ, നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, ഇതാണ് ഗവൺമെന്റിന്റെ ഘടകങ്ങളിൽ വരുന്ന 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പാർലമെന്റ് മന്ദിരവും, കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയും, നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമായിട്ടുള്ള സുപ്രീം കോടതിയും അതിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നും എന്താണ്? ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിന് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ 3 ഘടകങ്ങളുണ്ട്. ഓക്കെ, ഏത് ജനാധിപത്യ രാജ്യം എടുത്താലും ഗവൺമെന്റിന് 3 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ട്. ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? നിയമനിർമ്മാണ വിഭാഗം, നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? നിയമനിർമ്മാണ വിഭാഗമാണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിയമങ്ങൾ നിർമ്മിക്കുന്നു. ഓക്കെ, നിയമനിർമ്മാണ വിഭാഗം എന്താണ് ചെയ്യുന്നത്? നിയമങ്ങൾ നിർമ്മിക്കുന്നു. നീതിന്യായ വിഭാഗം എന്താണ് ചെയ്യുന്നത്? നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം എന്ത് ചെയ്യുന്നു? നിയമങ്ങൾ നടപ്പാക്കുന്നു. ഓക്കെ, അപ്പം നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗം, നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗം, നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? കാര്യനിർവഹണ വിഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റിന്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഓരോ ഘടകങ്ങളുടെയും ഇത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഗവൺമെന്റിന് 3 ഘടകങ്ങളുണ്ട്. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇതിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. ഓക്കെ, നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നത് രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. നീതിന്യായ വിഭാഗത്തിൽ വരുന്നതാണ് സുപ്രീം കോടതി. നമ്മൾ കോടതികൾ ജസ്റ്റ് അവിടെ ഒന്ന് പേര് പറഞ്ഞല്ലേ. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതികൾ, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതികൾ. ഇതാണ് നീതിന്യായ വിഭാഗത്തിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ വിഭാഗമായിട്ട്, ഓരോ ഘടകമായിട്ട് പഠിക്കാം. ആദ്യം നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ നോക്കുക. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രപതിയും ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെന്റ്. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാർലമെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാണ്? രാഷ്ട്രപതിയും ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെന്റ്. രാജ്യസഭ ഉപരിസഭ എന്നും ലോകസഭ അധോസഭ എന്നും അറിയപ്പെടുന്നു. രാജ്യസഭ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉപരിസഭ എന്നറിയപ്പെടുന്നു. ലോകസഭ എന്ത് പേരിൽ അറിയപ്പെടുന്നു? അധോസഭ. നമ്മൾ അധോലോകം എന്ന് ഓർത്തു കഴിഞ്ഞാൽ ലോകസഭ അധോസഭ എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അധോലോകം എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ലോകസഭ അറിയപ്പെടുന്നത് അധോസഭ എന്നും രാജ്യസഭ എന്നറിയപ്പെടുന്നത് ഉപരിസഭയാണ്. ഓക്കെ, ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 സഭകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ 2 സഭകൾ ഉള്ളതുകൊണ്ട് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് രാജ്യസഭയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങളുണ്ട്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു രാജ്യസഭ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. ഒരു സ്ഥിരം സഭയാണ്. ഉപരാഷ്ട്രപതി ആധ്യക്ഷം വഹിക്കുന്നു. ഓക്കെ, ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷത വഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളുണ്ട്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങളുണ്ട്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭയാണ്.
ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു. ഓക്കെ, രാജ്യസഭ കിട്ടിയല്ലോ. ഇനി ലോകസഭ എന്ന് പറയുമ്പോൾ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങൾ, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളാണുള്ളത്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങൾ ഇപ്പോൾ ഇല്ല. ഓക്കെ, അത് തിരുത്തിയിട്ടുണ്ട്. നാമനിർദ്ദേശം ആംഗ്ലോ ഇന്ത്യൻസ് നമ്മൾ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. ഓക്കെ, ഇനി ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നു. 5 വർഷമാണ് കാലാവധി. ഇപ്പൊ ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. രാജ്യസഭയുടെ കാലാവധി അവിടെ പറഞ്ഞില്ല അല്ലെ, കാലാവധി ഇല്ല. ലോക്സഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്നു. സ്പീക്കറാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. രാജ്യസഭയുടെ ആരായിരുന്നു അധ്യക്ഷൻ? ഉപരാഷ്ട്രപതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് രാജ്യസഭയും ലോക്സഭയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സഭയാണ്. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ് അല്ലെ. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. സ്പീക്കറാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല, പക്ഷെ അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. പാർലമെന്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമാകുന്നത്. ഓക്കെ, രാഷ്ട്രപതി പാർലമെന്റിന്റെ അംഗമൊന്നുമല്ല, പക്ഷെ അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. എന്തുകൊണ്ടാണ്? പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നതും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതും ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതും എല്ലാം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി പാർലമെന്റിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് നോക്കുക. നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. ഓക്കെ, നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. നിയമനിർമ്മാണത്തിന് എന്ത് ആവശ്യമാണ്? പാർലമെന്റിന്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗീകാരം ആവശ്യമാണ്. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. ലോക്സഭയും രാജ്യസഭയും എങ്ങനെയാണ് പങ്കെടുക്കുന്നത്? വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണ സഭയിൽ പങ്കെടുക്കുന്നത്. നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല്. ഓക്കെ, നിയമത്തിന്റെ കരട് രൂപം അറിയപ്പെടുന്നതാണ് എന്ത്? ബില്ല് എന്ന് പറയുന്നത്. ഒരു സാധാരണ ബിൽ പാർലമെന്റിന്റെ ഏതു സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ഓക്കെ, ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏതു സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെ 1-ാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ 2-ാം സഭയെന്നും വിളിക്കാം. അപ്പോൾ ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏത് സഭയിലാണോ അവതരിപ്പിക്കേണ്ടത് എന്ന് നിയമമില്ല. ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. ഏതിലാണോ ആദ്യം അവതരിപ്പിക്കുന്നത് അതിനെ 1-ാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്നതിനെ 2-ാം സഭയെന്നും വിളിക്കാം. 2 സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ബില്ല് എന്ന് പറയുന്നത് 2 സഭകളിലും വിവിധ ഘട്ടങ്ങളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബില്ല് 1-ാം സഭ, അതായത് ആദ്യമായിട്ട് എവിടെയാണോ പരിഗണിക്കുന്നത് അത് 1-ാം സഭയാണ്. അപ്പോൾ 1-ാം സഭയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം 1-ാം വായന, ദെൻ 2-ാം വായന, 3-ാം വായന. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് 2-ാം സഭയിലോട്ട് എത്തി. 1ഉം 2ഉം 3ഉം വായന കഴിഞ്ഞു 1-ാം സഭയിൽ. അത് കഴിഞ്ഞ് 2-ാം സഭയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും എന്തുണ്ട്? 1-ാം വായന, 2-ാം വായന, 3-ാം വായന. അത് കഴിഞ്ഞിട്ടാണ് പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബില്ല് എന്ന് പറയുന്നത് 2 സഭയിലും എത്തും. ആദ്യം എത്തുന്ന സഭയെ 1-ാം സഭ എന്നും രണ്ടാമതെത്തുന്ന സഭയെ 2-ാം സഭ എന്നും പറയുന്നു. 1-ാം സഭയിൽ 3 തവണ വായന അല്ലെ, 1-ാം വായന, 2-ാം വായന, 3-ാം വായന കഴിഞ്ഞ് 2-ാം സഭയിൽ എത്തുമ്പോഴും 1-ാം വായന, 2-ാം വായന, 3-ാം വായന. അത് കഴിഞ്ഞാണ് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ബില്ല് നിയമമാകുന്നതിൻ്റെ ഘട്ടങ്ങളിൽ വരാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1-ാം വായന, അത് കഴിഞ്ഞ് ബില്ല് അവതരിപ്പിക്കുന്നു അല്ലെ. 1-ാം വായന എന്ന് പറഞ്ഞാൽ എന്താണ്? ബില്ല് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ദെൻ 2-ാം വായന. 2-ാം വായന എന്ന് പറഞ്ഞാൽ എന്താണ്? ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതാണ് 2-ാം വായന. ഓക്കെ, 1-ാം വായന എന്ന് പറഞ്ഞാൽ ബില്ല് അവതരിപ്പിക്കുന്നു. 2-ാം വായന എന്ന് പറഞ്ഞാൽ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു.
ഇനി മൂന്നാം വായന എന്ന് പറഞ്ഞാൽ എന്താണ്? ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതാണ് മൂന്നാം വായന. ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഓക്കെ, ഇനി പാർലമെന്റ് സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ എത്ര ഗ്യാപ്പ് വരാൻ പാടില്ല? 6 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് വരാൻ പാടില്ല. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് 3 തവണ സമ്മേളിക്കുന്നു. അപ്പോൾ എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് എത്ര തവണ സമ്മേളിക്കുന്നുണ്ട്? 3 തവണ സമ്മേളിക്കുന്നു. വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഓക്കെ, കാലാവസ്ഥ പേരിലാണ് വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ ചേരാറുണ്ട്. രാജ്യസഭ ചില സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് 4 സമ്മേളനങ്ങളായിട്ട് ചേരാറുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഒന്നാം സഭയും രണ്ടാം സഭയും പറഞ്ഞല്ലേ. ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ സഭാധ്യക്ഷത്തിന്റെ സാക്ഷ്യപത്രത്തോടുകൂടി ബില്ല് രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് എത്തുന്നു. രണ്ടാം സഭയിലും മുകളിൽ പറഞ്ഞ 3 ഘട്ടങ്ങളുണ്ട്. ബില്ല് 2 സഭകളിലും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി ബില്ല് എന്തായിരുന്നു? നിയമമായിട്ട് മാറുന്നു. അത് നമ്മളിപ്പോൾ കണ്ടല്ലേ. ഇനി ചോദ്യോത്തരവേള എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, എന്താണ് ചോദ്യോത്തരവേള? പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയോടുകൂടിയാണ്. എല്ലാ ദിവസവും 11 മണിക്ക് സമ്മേളനം ആരംഭിക്കും. തുടർന്നുള്ള 1 മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്കും ചോദ്യം ഉന്നയിക്കാം. ചോദ്യങ്ങൾക്ക് അതത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മറുപടി നൽകും. സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ പാർലമെന്റിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ചോദ്യോത്തര വേളയോട് കൂടിയിട്ടാണ്. എല്ലാ ദിവസവും ചോദ്യോത്തര വേള എന്ന് പറയുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ സമ്മേളനം ആരംഭിക്കുന്നത് എപ്പോഴാണ്? 11 മണിക്കാണ് ആരംഭിക്കുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി 2 സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. അപ്പോൾ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഇടയിൽ ഒരു ബില്ലിനെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കും. ഈ സംയുക്ത സമ്മേളനത്തിൽ തീരുമാനമെടുക്കുകയും അതുപോലെ തന്നെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ആരാണ് അധ്യക്ഷൻ? സ്പീക്കർ ആയിരിക്കും. ഓക്കെ, ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും ഈ സംയുക്ത സമ്മേളനം ചേരുക. ഓക്കെ, അപ്പോൾ 2 സഭകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ സംയുക്ത സമ്മേളനം ചേരും. വിളിച്ചു ചേർക്കുന്നത് ആരാണ്? സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുക. ഓക്കെ, ഇനി എന്താണ് ശൂന്യവേള എന്ന് കൊടുത്തിട്ടുണ്ട്. 12 മണിക്ക് ചോദ്യോത്തരവേള അവസാനിക്കും. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ചെറിയ സമയമാണ് ശൂന്യവേള എന്നറിയപ്പെടുന്നത്. സമയം 12 മണി ആകുന്നതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയ പരിഗണനയ്ക്ക് വയ്ക്കുന്നത് ഈ സമയത്തായിരിക്കും. ശൂന്യവേള 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുണ്ടാകും. അപ്പോൾ ശൂന്യവേള എന്ന് പറയുന്നത് 12 മണിക്ക് ചോദ്യോത്തരവേള കഴിഞ്ഞ് അടുത്ത സെഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു ചെറിയ ഗ്യാപ്പാണ് എന്തെന്ന് പറയുന്നത്? ശൂന്യവേള എന്നറിയപ്പെടുന്നത്. 12 മണിക്ക് ആയതുകൊണ്ടാണ് അതിനെ ശൂന്യവേള എന്ന് പറയുന്നത്. ശൂന്യവേള 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുണ്ടാകും. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വെക്കുന്നത് ഏത് സമയത്താണ്? ശൂന്യവേളയിലാണ്. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം എന്നിവ പരിഗണനയ്ക്ക് വെക്കുന്നത് ശൂന്യവേളകളിലാണ്. ഓക്കെ, ഇനി അടുത്തത് ധനബില്ലാണ്. ഓക്കെ, മണി ബില്ലിനെ കുറിച്ചാണ്. സാധാരണ നിയമനിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമമല്ല ധനബില്ലിനുള്ളത്. ഓക്കെ, സാധാരണ നിയമനിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതല്ല ധനബില്ലിനുള്ളത്. എന്താണ് ഒരു ധനബിൽ എന്ന് പറയുന്നത്? അതായത് പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബിൽ എന്ന് പറയുന്നത്. ഓക്കെ, പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളെയാണ് ധനബിൽ എന്ന് പറയുന്നത്. ഒരു ധനബിൽ ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂവെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അപ്പോൾ ഒരു ധനബിൽ
ലോക്സഭയിൽ മാത്രമാണ് ആദ്യം അവതരിപ്പിക്കാനായിട്ട് പാടുകയുള്ളൂ. ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടു കൂടി രാജ്യസഭയിലേക്ക് അയക്കുന്നു. അപ്പം ധനബില്ല് ആദ്യം പരിഗണിക്കുന്നത് ലോക്സഭയിലാണ്. ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ധനബില്ലാണ് എന്നുള്ള സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടു കൂടി എങ്ങോട്ട് അയക്കുന്നത്? രാജ്യസഭയിലോട്ട് അയക്കുന്നത്. ലഭിച്ച 14 ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ചയക്കേണ്ടതാണ്. എത്ര ദിവസത്തിനകമാണ്? 14 ദിവസത്തിനകം. ഓക്കെ, ലോക്സഭയിൽ നിന്നും രാജ്യസഭയിലേക്ക് അയച്ചു, സ്പീക്കറുടെ ഒപ്പോടുകൂടി അല്ലെങ്കിൽ സാക്ഷ്യപത്രത്തോടുകൂടി അയച്ചു. രാജ്യസഭ എന്ത് ചെയ്യണം? 14 ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം എന്ത് ചെയ്യണം? ലോക്സഭയിലോട്ട് തിരിച്ചയക്കണം. ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലോട്ട് തിരിച്ചയച്ചു കഴിഞ്ഞാൽ ലോക്സഭയ്ക്ക് അത് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. നിയമനിർമ്മാണം മാത്രമാണോ പാർലമെന്റിന്റെ ചുമതല? നിയമനിർമ്മാണം കൂടാതെ മറ്റു ചുമതലകളും പാർലമെന്റിനുണ്ട്. പാർലമെന്റിന്റെ മറ്റു ചുമതലകൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ചുമതലയാണ് നിയമനിർമ്മാണം എന്ന് പറയുന്നത്. മറ്റു ചുമതലകൾ എന്തൊക്കെയാണ്? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തിരഞ്ഞെടുപ്പ് ചുമതല, ഭരണഘടനാ ഭേദഗതി, ഇതെല്ലാം പാർലമെന്റിന്റെ മറ്റു ചുമതലകളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ, ഇതെല്ലാം എന്താണ്? പാർലമെന്റിന്റെ ചുമതലകളിൽ വരുന്നതാണ്. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. തിരഞ്ഞെടുപ്പ് ചുമതല, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് ചുമതല പാർലമെന്റിന്റെ ചുമതലയാണ്. ഭരണഘടനാ ഭേദഗതി, ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് പാർലമെന്റാണ്. നമ്മൾ പഠിച്ചല്ലേ, ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് ചുമതല പാർലമെന്റിനുണ്ട്. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, അതായത് ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ, ഇതെല്ലാം ആരുടെ ചുമതലകളിൽ വരുന്നതാണ്? പാർലമെന്റിന്റെ മറ്റു ചുമതലകളിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് സംസ്ഥാന നിയമനിർമ്മാണ സഭയെക്കുറിച്ച് നോക്കാം. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നോക്കാം. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? നിയമനിർമ്മാണ സഭകളുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ഇവയാണ്. ഓക്കെ, സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിന് ഒരു സഭ മാത്രമേ ഉള്ളൂ. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിന് എന്തേ ഉള്ളൂ? ഒരു സഭയേ ഉള്ളൂ. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭ എന്താണെന്ന് വിളിക്കുന്നത്? ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് വിളിക്കുന്നത്. ചുരുക്കം ചില സംസ്ഥാനങ്ങൾക്ക് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. ഓക്കെ, ചുരുക്കം ചില സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഉണ്ട്. ഇവിടെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, നോക്കി വയ്ക്കുക. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ 2 സഭകളുണ്ട്. അധോസഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമസമിതി എന്നും വിളിക്കുന്നു. ഓക്കെ, അധോസഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമസമിതി എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ദ്വിമണ്ഡലങ്ങളുള്ള നിയമനിർമ്മാണ സഭ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്ന് ചോദിക്കാം. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അങ്ങനെ പോകുന്നു. ഓക്കെ, ഇനി അടുത്തത് നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്ന ഒരു ഘടകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തത് കാര്യനിർവഹണ വിഭാഗം. ഓക്കെ, ഗവൺമെന്റിന്റെ ഘടകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമനിർമ്മാണ വിഭാഗം നമ്മൾ പഠിച്ചു കംപ്ലീറ്റ് ആയിട്ട്. അടുത്തത് കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കുറച്ച് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. പാചകവാതക സബ്സിഡിക്ക് ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പ്രവാസി വോട്ടിന് കേന്ദ്ര അനുമതി. ഭക്ഷ്യസുരക്ഷാ ബിൽ നടപ്പാക്കുന്നത് വൈകും. ഈ വർഷം മുതൽ ആദർശ ഗ്രാമം പദ്ധതി നടപ്പിലാക്കും. അപ്പോൾ മുകളിൽ തന്നിട്ടുള്ള വാർത്തകൾ എന്താണ്? ഇവയൊക്കെ ദൈനംദിന ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണ്? നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗം എന്താണ്? നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നു.
അപ്പോൾ കാര്യനിർവഹണ വിഭാഗം നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമാണ് ഉള്ളത്. ഓക്കെ, ഇന്ത്യയിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമാണ് ഉള്ളത്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ ഇന്ത്യയിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമുണ്ട്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. അതിൽ രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇവരെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നു. ഓക്കെ, രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും എങ്ങനെയാണ്? തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇവരെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്നവരാണ്. നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്താണ് എന്നുള്ളത് പൊതുഭരണം എന്ന് പറയുന്ന ഭാഗം സിവിക്സിന്റെ ഭാഗത്ത് പഠിച്ചല്ലേ. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഇവർ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്നു. ഓക്കെ, പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നു. വിരമിക്കുന്നത് വരെ ഇവർ സർവീസിൽ തുടരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്നവരായതുകൊണ്ട് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്നു. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെടുന്നവരായതുകൊണ്ട് ഇവരെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി രാഷ്ട്രപതിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇവിടെ നോക്കുക, ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവനാണ് രാഷ്ട്രപതി. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവനാണ് ആര്? രാഷ്ട്രപതി. 5 വർഷ കാലയളവിലേക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഒരു ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ഒരു ഇലക്ടറൽ കോളേജാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവനാണ് രാഷ്ട്രപതി. 5 വർഷ കാലയളവിലേക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഒരു ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഈ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ അല്ലാത്തത് ആര് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഓക്കെ, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേരുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് ഈ ചുമതലകൾ അദ്ദേഹം നിർവഹിക്കുന്നത്. ഓക്കെ, ഇനി രാഷ്ട്രപതിയുടെ യോഗ്യതകളെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഒരു രാഷ്ട്രപതി ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്? 1, ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ, ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോകസഭ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോകസഭ അംഗമാകുന്നതിന് എന്തൊക്കെ യോഗ്യതകൾ വേണോ അതെല്ലാം വേണം ഒരു രാഷ്ട്രപതി ആവാനുള്ള യോഗ്യത. ഓക്കെ, ഇനി രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ. ഒന്നാമത്തെ ചുമതല പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ. സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ. ഓക്കെ, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലോകസഭയിലേക്ക് 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ല. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു. പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ. പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത്
ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. ഇതെല്ലാം ആരുടെ ചുമതലയാണ്? രാഷ്ട്രപതിയുടെ ചുമതലയാണ്. എന്തൊക്കെയാണ്? പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യൽ, പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രാഷ്ട്രപതിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതിയും ഉണ്ട്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതും ഒരു ഇലക്ടറൽ കോളേജാണ്. ഓക്കെ, ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതും എന്താണ്? ഒരു ഇലക്ടറൽ കോളേജാണ്. രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ ഈ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളായിരിക്കും. അപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ നമ്മൾ പഠിച്ചു. രാജ്യസഭയിലെയും ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും അംഗങ്ങളാണ് അല്ലേ, തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് ഇലക്ടറൽ കോളേജിലെ അംഗങ്ങളായിട്ട് വരുന്നത്. ഇവിടെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങളാണ് വരുന്നത്. 5 വർഷ കാലയളവാണ് ഉപരാഷ്ട്രപതി അല്ലേ, 5 വർഷ കാലയളവാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത്. ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ഒന്ന്, രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുക. ഓക്കെ, രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, രാജ്യസഭ പഠിച്ചപ്പോൾ അല്ലെ, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതും രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതും ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ ഉപരാഷ്ട്രപതി കഴിഞ്ഞു. ഇനി അടുത്തത് കേന്ദ്ര മന്ത്രിസഭ. ഓക്കെ, യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, കേന്ദ്ര മന്ത്രിസഭയാണ് പഠിക്കുന്നത്. നോക്കുക, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. ഓക്കെ, രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. എന്താണ്? പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ. കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിമാരും ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ. ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, ഇവിടെ സഹമന്ത്രിമാർ. ഓക്കെ, കൊടുത്തിട്ടുണ്ടല്ലോ. വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതല, ഉപമന്ത്രിമാർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക, പ്രധാനമന്ത്രിയുടെ ചുമതലകളാണ് കൊടുത്തിട്ടുള്ളത്. ഫങ്ഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെയായിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. ഓക്കെ, കേന്ദ്രമന്ത്രിസഭയെക്കുറിച്ച് ഇത്രയേ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. കേന്ദ്ര മന്ത്രിസഭ ആരൊക്കെ ചേർന്നതാണ് എന്നുള്ളത് കേട്ടോ. അടുത്തത് പ്രധാനമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്? ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെയായിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളും ചുമതലകളുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളിലും നിർണായക സ്വാധീനം അദ്ദേഹത്തിനുണ്ടാകും. പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകൾ എന്തൊക്കെയാണ്? ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. ഓക്കെ, ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷത വഹിക്കുന്നു. മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷത വഹിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നോക്കി വയ്ക്കുക, ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇനി കാര്യനിർവഹണ വിഭാഗം നമ്മൾ പഠിച്ചു. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം നോക്കാം. സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ഓക്കെ, സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? ഗവർണറാണ്. മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭ സംസ്ഥാനങ്ങളിൽ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ സംസ്ഥാനങ്ങളിൽ യഥാർത്ഥ കാര്യനിർവഹണമായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക.
അടുത്തത് നീതിന്യായ വിഭാഗം, ജുഡീഷ്യറിയാണ്. രാജ്യത്ത് വ്യക്തികൾ തമ്മിലും വ്യക്തിയും ഗവൺമെൻറ്റും തമ്മിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ. രാജ്യത്ത് വ്യക്തികൾ തമ്മിൽ വ്യക്തിയും ഗവൺമെൻറ്റും തമ്മിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ സംസ്ഥാനങ്ങളും വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണേത്? നീതിന്യായ വിഭാഗം. ഓക്കെ, തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പിലാക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിന്റെ ഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം വരുന്നത് ഏതാണ്? ഇന്ത്യയുടെ പരമോന്നത കോടതി അല്ലെ, സുപ്രീം കോടതിയാണ് ആദ്യം വരുന്നത്. രാജ്യത്തെ പരമോന്നത കോടതിയാണ്. ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുണ്ട്. സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ രാജ്യത്തെ പരമോന്നത കോടതിയാണ്. ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുണ്ട്. അടുത്തത് ഹൈക്കോടതികളാണ് അല്ലെ. സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന കേസുകൾ പരിശോധിക്കുന്നത് ആരാണ്? ഹൈക്കോടതികളാണ്. സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന കേസുകൾ പരിശോധിക്കുന്നത് ഹൈക്കോടതികളാണ്. അടുത്തത് ജില്ലാ കോടതികൾ. ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ആരാണ്? ജില്ലാ കോടതികളാണ്. ജില്ലകളിൽ ഉണ്ടാവുന്ന കേസുകൾ പരിശോധിക്കുന്നത് ജില്ലാ കോടതികളാണ്. അടുത്തത് സബ് കോടതികളും മുൻസിഫ് കോടതികളും മജിസ്ട്രേറ്റ് കോടതികളും. സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നത് സബ് കോടതികളും മുൻസിഫ് കോടതികളും മജിസ്ട്രേറ്റ് കോടതികളുമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നീതിന്യായ വിഭാഗത്തിന്റെ ഘടന എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം നമുക്ക് നോക്കാം. സുപ്രീം കോടതി ആദ്യം പഠിക്കുന്നത്. രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. നമ്മൾ കുറേ തവണയായി പറയുന്നു. ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. ഓക്കെ, ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. നിലവിൽ ചീഫ് ജസ്റ്റിസ് 30 ജഡ്ജിമാരുമാണ് സുപ്രീം കോടതിയിലുള്ളത്. നിലവിൽ എത്രയാണ്? ചീഫ് ജസ്റ്റിസും 30 ജഡ്ജിമാരുമാണ് സുപ്രീം കോടതിയിലുള്ളത്. രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ, രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഇവിടെ നോക്കുക, ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? HJ കനിയെ ആണ്. HJ കനിയെ ആണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഒന്ന്, മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ. ഓക്കെ, മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാവുന്ന തർക്കങ്ങൾ. ഓക്കെ, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാവുന്ന തർക്കങ്ങൾ. സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാവുന്ന തർക്കങ്ങൾ. ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള കേസുകൾ. സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. ഇത്രയും കേസുകളാണ് ആര് പരിഗണിക്കുക? സുപ്രീം കോടതി പരിഗണിക്കുക. ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാവുന്ന തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാവുന്ന തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ. അടുത്തത് ഹൈക്കോടതി. ഓക്കെ, ഹൈക്കോടതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നോക്കുക, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. നമ്മൾ പറഞ്ഞല്ലേ, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് എന്ത്? ഹൈക്കോടതി. രാഷ്ട്രപതി നിയമിക്കുന്ന ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കും. രാഷ്ട്രപതി നിയമിക്കുന്ന ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും ഉണ്ടായിരിക്കും. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം ഹൈക്കോടതിക്കാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ. ഓക്കെ, മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയാണ്. സിവിലും ക്രിമിനലുമായിട്ടുള്ള കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കുന്നത് ആരാണ്? ഹൈക്കോടതിയാണ്. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും ഹൈക്കോടതിയാണ്. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആരാണ്? ഹൈക്കോടതിയാണ്. ഓക്കെ, ഇനി ഇവിടെ ലോക് അദാലത്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്.
അവയിൽ പ്രധാനപ്പെട്ടതാണ് ലോക് അദാലത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ലോക് അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം. ഓക്കെ, ലോക് അദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം. സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണിത്. കക്ഷികൾക്ക് താല്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിനെ സമീപിക്കാം. കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു. കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക എന്നിവയാണ് ലോക് അദാലത്തിന്റെ ലക്ഷ്യം. അതൊന്ന് വായിച്ചു വെക്കുക കേട്ടോ. അടുത്തത് കീഴ്ക്കോടതികൾ. ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? കീഴ്ക്കോടതികൾ. കീഴ്ക്കോടതികൾ വരുന്ന ഏതൊക്കെയാണ്? ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. ഇതെല്ലാം ചേരുന്നതാണ് കീഴ്ക്കോടതികൾ. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കീഴ്ക്കോടതികൾക്കുണ്ട്. ഓക്കെ, ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി. ഈ 3 ഘടകങ്ങളും യോജിച്ചും സഹകരിച്ചും പരസ്പരം ബഹുമാനത്തോടെയും ഭരണഘടന അനുസൃതമായും പ്രവർത്തിക്കുന്നുവെങ്കിൽ മാത്രമേ ഗവൺമെന്റിന്റെ പ്രവർത്തനം ഫലപ്രദമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു അല്ലേ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. ചാപ്റ്ററിന്റെ പേര് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നുള്ളതാണ്. 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചും മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചും നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ്? ആമുഖമാണ് കൊടുത്തിട്ടുള്ളത്. ഭാരതത്തിന്റെ ഭരണഘടന ആമുഖം. നോക്കുക, ഭാരതത്തിലെ ജനങ്ങളായ നാം, നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചില്ലേ, ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അതിലെ പരമാധികാരം അല്ലെ, മതേതരത്വം, ഇതൊക്കെ എന്താണ്? സ്ഥിതി സമത്വം, ജനാധിപത്യം, ഇതെല്ലാം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ നോക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആമുഖത്തിൽ ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു അല്ലെ. ആമുഖത്തിൽ എന്താണ് പറയുന്നത്? ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ചില സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും പ്രസ്താവിക്കുന്നു. ഓക്കെ, ഇനി ആമുഖത്തിൽ വിഭാവനം ചെയ്ത ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. ഇതാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ നോക്കുക, ജനാധിപത്യ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങൾ ഇന്ത്യ ഉറപ്പു നൽകുന്നുണ്ട്. ഇവയിൽ ഏറ്റവും അനിവാര്യമായ മൗലികാവകാശങ്ങൾ എന്ന പേരിൽ നമ്മുടെ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 3ാം ഭാഗം, പാർട്ട് 3യിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ചില അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങൾ എന്താണ്? മൗലിക അവകാശങ്ങളാണ്. അവ വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചുകൂടാനാവാത്തവയാണ്. അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് അവ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങൾക്കും അവയുടെ സംരക്ഷണത്തിനും ഒരു ജനാധിപത്യ സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാർക്ക് പല അവകാശങ്ങളും നിഷേധിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏതാണ്? 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായിട്ടുള്ള അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയത്.
അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയും നമ്മുടെ മൗലിക അവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചതാണ് എങ്കിലും നോക്കുക. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കുറച്ചുകൂടെ അത് മനസ്സിൽ നിന്നോളും അല്ലെ. നോക്കുക. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഇതാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 6 മൗലികാവകാശങ്ങളും എന്താണ് എന്നുള്ളത് പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ സമത്വത്തിനുള്ള അവകാശമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ വാർത്തയിൽ കുറേ വിവേചനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം, സ്ത്രീ പുരുഷ അസമത്വം, ജനനസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പത്രക്കട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നിരവധി അസമത്വങ്ങളും വിവേചനങ്ങളും നിലനിൽക്കുന്ന സമൂഹമാണ് നമ്മുടേത്. ഇങ്ങനെയുള്ള സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിക്കാനും സമത്വം ഉറപ്പുവരുത്താനും വേണ്ടിയാണ് സമത്വത്തിനുള്ള അവകാശം നിലനിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയങ്ങൾ താഴെ പറയുന്നു. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു അവകാശം തന്നിട്ട് ഇത് ഏത് തരം അവകാശമാണെന്നൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പോൾ സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണ്? 1. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് എന്നാണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് എന്നുള്ളതാണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഔദ്യോഗിക പദവിയോ അധികാരങ്ങളോ എന്തു തന്നെയായാലും അയാൾ നിയമവ്യവസ്ഥയ്ക്ക് അതീതനല്ല. ഓക്കെ. അതാണ് നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ. അടുത്തത് ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ. നമുക്കറിയാം അല്ലെ. ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്പേരുകളും പദവികളും നൽകിയിരുന്നു. സാമ്രാജ്യത്വ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം പദവികൾ ദുരുപയോഗം ചെയ്യുന്നതിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എതിർത്തിരുന്നു. ഇത്തരം സ്ഥാനപ്പേരുകൾ അസമത്വത്തിന് കാരണമാകുന്നതിനാൽ ഇന്ത്യൻ ഭരണഘടന സ്ഥാനപ്പേരുകൾ നിർത്തലാക്കി. ഓക്കെ. അപ്പോൾ ഇത്രയാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ. എന്തൊക്കെയാണ്? നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. എന്നാൽ സ്ത്രീകൾ, കുട്ടികൾ, പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല. ഓക്കെ. സമത്വത്തിനുള്ള അവകാശത്തിൽ അതിൽ വരുന്നില്ലെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്നോക്ക വിഭാഗക്കാർക്കും പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല. നേരെ മറിച്ച് പ്രത്യേക പരിഗണന നൽകുന്നത് വഴി അസമത്വം ഒഴിവാക്കാനും സമത്വം സ്ഥാപിക്കുവാനും കഴിയും. ഓക്കെ. ഇനി അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓരോ മൗലികാവകാശങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സമത്വത്തിനുള്ള അവകാശം പഠിച്ചു. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അപ്പോൾ നോക്കാം. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെയും പ്രസംഗം കേൾക്കുന്നതിനായി ജനങ്ങൾ സമാധാനപരമായി സമ്മേളിച്ചിരിക്കുന്നതിൻ്റെയും ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവ രണ്ടും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? അതായത് സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. ഓക്കെ. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വരുന്ന എന്തൊക്കെയാണ്? സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം,
6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. ഇതൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വരുന്നത്. ഏതൊക്കെയാണ്? സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. ഇതെല്ലാം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഭരണഘടന അനുസരിച്ച് നിയമാനുസൃത നടപടിയിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ ഹനിക്കപ്പെടരുത്. ഈ അവകാശം അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടി. അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം ഏതാണ്? ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണമാണ്. ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതകളെ തടയാൻ ഈ അവകാശം ജനങ്ങളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മുകളിൽ സൂചിപ്പിച്ച മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യയിൽ ജനാധിപത്യ സംസ്കാരത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അതേസമയം ഇവയെല്ലാം നിയന്ത്രണ വിധേയവുമാണ്. രാജ്യത്തിന്റെ ഐക്യത്തിനും സമാധാന അന്തരീക്ഷത്തിനും ഭീഷണി ഉണ്ടാവുന്ന തരത്തിൽ ഈ സ്വാതന്ത്ര്യം അനുവദിക്കാൻ കഴിയുകയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തത് ചൂഷണത്തിനെതിരായുള്ള അവകാശമാണ്. നോക്കുക, ബാലവേല ഉൾപ്പെടെ പലതരത്തിലും ചൂഷണങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അല്ലെ, ബാലവേല ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ചൂഷണങ്ങൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. അടിമത്തത്തിന് സമാനമായ സാമ്പത്തിക ചൂഷണങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഓക്കെ, ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. ഈ അവകാശ പ്രകാരം നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിൽ വരുന്നതാണ്. നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഓക്കെ, വ്യവസായശാലകളിലും അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം കഴിഞ്ഞ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആദ്യം തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വേർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഈ കോട്സ് തന്നിട്ട് നമുക്കിത് ആര് പറഞ്ഞതാണ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിത്. അപ്പോൾ ആധുനിക ഇന്ത്യയുടെ ശില്പിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിത്. ഓക്കെ, ആധുനിക ഇന്ത്യയുടെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിത്. അപ്പോൾ എന്താണ് മതേതരത്വം എന്ന് പറയുന്നത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നാൽ മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നാൽ മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ എന്തൊക്കെ അവകാശങ്ങളാണ് അതിൽ വരുന്നത്? സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. ഓക്കെ, സ്വതന്ത്രമായി ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കുവാനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയുള്ള അവകാശം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മതത്തിന് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നതിൽ വരുന്നത്.
അതേസമയം ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടുള്ളതല്ല. ഓക്കെ, ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് പാടില്ല? മതബോധനം നടത്തുവാനോ മതാചാരങ്ങൾ നിർബന്ധമാക്കുവാനോ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളെയാണ് പറയുന്നത്. നോക്കുക, ഇവിടെ പത്ര കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. രാജ്യത്ത് 10 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ലഭിച്ചു. കൊങ്കിണി ഭാഷാ പുനരുദ്ധാരണത്തിന് അക്കാദമി സ്ഥാപിക്കുന്നതിന് 3 കോടി രൂപ അനുവദിച്ചു. അപ്പോൾ ഈ പത്രവാർത്തയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കും അനിവാര്യമാണ്. കൂടാതെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണത്തിന് നമ്മുടെ ഭരണഘടന മുഖ്യ പരിഗണന നൽകുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുന്നതാണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ ആരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് എന്തൊക്കെയാണ് ഉറപ്പുവരുത്തുന്നത്? അവയുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. ഓക്കെ, അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. ഇതെല്ലാമാണ് എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. ഓക്കെ, അടുത്തത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ് കൊടുത്തിട്ടുള്ളത്. നോക്കുക, മൗലികാവകാശങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പം മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ ഓരോ അവകാശങ്ങളും എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അടുത്തത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണാനുള്ള അവകാശം, അടുത്ത മൗലികാവകാശമാണ്. അപ്പോൾ ഏതെങ്കിലും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട സാഹചര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ എന്ത് വേണം? അതിനുള്ള പരിഹാര മാർഗങ്ങളും വേണം അല്ലേ. അപ്പം മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം എന്താണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം? മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള അവകാശമാണ്, അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങളാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമെന്ന് അറിയപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കുവാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഓക്കെ, ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കുവാനുള്ള അവകാശമുണ്ട്. ഇതിനെയാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്രകാരം മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ട് എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ എന്താണ് റിട്ട് എന്ന് പറയുന്നത്? ഇതുപോലെ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ വാക്കുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്. അല്ലെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഏത് അവകാശമാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്. അല്ലെങ്കിൽ ഈ കോട്ട അതുപോലെ തന്നെ കൊടുത്തിട്ട് ഇത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിക്കാം. ഡോക്ടർ BR അംബേദ്കറുടേതാണ്. ഓക്കെ, കിട്ടിയല്ലോ.
ഇനി ഈ വാക്കുകളിൽ നിന്ന് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണാനുള്ള അവകാശത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി റിട്ടുകൾ എന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ റിട്ടുകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. മൗലികാവകാശ സംരക്ഷണത്തിനായി 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരമുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് 5 തരത്തിലുള്ള റിട്ടുകൾ? ഹേബിയസ് കോർപ്പസ്, മാൻറ്റമസ്, ക്വാവാറന്റോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ എന്നിവയാണ്. ഓക്കെ, ഹേബിയസ് കോർപ്പസ്, മാൻറ്റമസ്, ക്വാവാറന്റോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ എന്നിവയാണ് ഈ 5 റിട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു പട്ടികയൊക്കെ കൊടുത്തിട്ടുണ്ട്. അഭിപ്രായ പ്രകടനത്തിലുള്ള അവകാശം, അത് ഏത് തരത്തിലുള്ള അവകാശമാണ്, നമ്മളിപ്പോൾ പഠിച്ചതാണല്ലോ. അപ്പോൾ ആ ടേബിൾ നിങ്ങളൊന്ന് ഫില്ല് ചെയ്തേക്കാം കേട്ടോ. ഇനി അടുത്തത് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കുക, ഇവിടെ ഒരു കൊളാഷ് തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് കർമ്മ പരിപാടി ആവിഷ്കരിച്ചു. ഖാദ്യ ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെന്റ് റിബേറ്റ് പ്രഖ്യാപിച്ചു. പാൻ മസാലകൾ നിരോധിച്ചു. അപ്പോൾ ജനക്ഷേമം മുൻനിർത്തി മേൽ സൂചിപ്പിച്ചതുപോലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ആണ് ഉള്ളത്. ഓക്കെ, അതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ അറിയുന്നത്. അപ്പോൾ ജനക്ഷേമം മുൻനിർത്തി പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. എവിടെയാണ് വരുന്നത്? ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലാണ്, പാർട്ട് 4-ലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയെല്ലാം നിർദ്ദേശങ്ങളാണ്. നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായിട്ടുള്ള നിർദ്ദേശങ്ങളാണിവ. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന ചില അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നമ്മൾ പഠിച്ചല്ലേ, കോടതിയെ സമീപിക്കാൻ. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാം. പക്ഷേ നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ചില ഇനങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ്: സൗജന്യ നിയമസഹായം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കൽ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ഇത് ഏതിൽ വരുന്നതാണ്, ഏത് മൗലികാവകാശത്തിൽ വരുന്നതാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? സൗജന്യ നിയമസഹായം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കൽ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ. ഓക്കെ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പലതും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ചിലതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ആശയങ്ങൾ ഏതൊക്കെയാണ്? നിർദ്ദേശക തത്വങ്ങളിൽ കൊടുത്തിട്ടുള്ള ആശയങ്ങൾ: ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം എന്നീ ആശയങ്ങളാണ്, ഗാന്ധിജിയുടെ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള മൗലികാവകാശങ്ങളും ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മൗലികാവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും മെച്ചപ്പെടുത്തുവാനും സഹായകമായ മാനദണ്ഡങ്ങൾ എന്ന നിലയിൽ നിർദ്ദേശക തത്വങ്ങളുടെ പ്രാധാന്യം ആർക്കും നിഷേധിക്കാനാവില്ല. അടുത്തത് ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. നോക്കുക, എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും നൽകുന്നു. പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവ ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു. ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. അടുത്തത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്, ചെയ്യാറുണ്ട് അല്ലെ? ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് ടിക്ക് ചെയ്യാം അല്ലെ? ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള തിരിച്ചറിവുണ്ടോ? ഉണ്ട്. ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്താൻ ശ്രമിക്കാറുണ്ട്. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. പരിസ്ഥിതി സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാം നമ്മൾ ഉണ്ട് എന്നുള്ളതിൽ ടിക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റട്ടെ. ഓക്കെ,
അപ്പോൾ ഈ പറയുന്ന ചെക്ക് ലിസ്റ്റിൽ നമ്മൾ നിർവഹിക്കുന്ന ചില കടമകളാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പം മൗലികാവകാശങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം മൗലിക കർത്തവ്യങ്ങളും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഭരണഘടനയുടെ ഭാഗം 4A എന്തിനെ കുറിച്ച് പറയുന്നത്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റതുണ്ട്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ. ഓക്കെ, രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഈ കടമകളെയാണ് നമ്മൾ മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാഷ്ട്രം നമുക്ക് അവകാശങ്ങളും സംരക്ഷണവും പ്രദാനം ചെയ്യുമ്പോൾ തിരിച്ച് ഭരണഘടനയെ പരിപാലിക്കേണ്ടതും പൗരന്മാർക്കിടയിൽ സൗഹാർദ്ദം വളർത്തേണ്ടതും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് സഹായകമാകേണ്ടതും നമ്മുടെ ചുമതലയാണ്. ഇപ്രകാരം മൗലിക കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഒരു മെച്ചപ്പെട്ട സമൂഹം നിർമ്മിക്കാനും അതിന്റെ ഫലങ്ങൾ സമൂഹത്തിൽ എല്ലാവർക്കും ഉറപ്പുവരുത്താനും കഴിയും. ചുരുക്കത്തിൽ മൗലിക കർത്തവ്യങ്ങൾ ഓരോ വ്യക്തിയും അവരവരോട് തന്നെ കാണിക്കേണ്ട ഉത്തരവാദിത്തമാണെന്ന് പറയാം. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും മൗലിക കർത്തവ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു അല്ലെ. നമ്മുടെ രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും നിലനിൽപ്പിൽ ഇവ മൂന്നും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. മൗലിക അവകാശങ്ങളിലൂടെയും നിർദ്ദേശക തത്വങ്ങളിലൂടെയും പരമാവധി സ്വാതന്ത്ര്യവും ജനക്ഷേമവും ഉറപ്പുവരുത്താൻ രാഷ്ട്രം ശ്രമിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രത്തോട് നാം പാലിക്കേണ്ട കടമകൾ മൗലിക കർത്തവ്യങ്ങളിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുകയും ജനങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ രാഷ്ട്രത്തിന് ഐക്യവും പുരോഗതിയും കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ +2 മെയിൻസിൻ്റെ സിലബസ് പ്രകാരം SCERT നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞതുപോലെ +1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് വരുന്ന മുഴുവൻ ചാപ്റ്റേഴ്സ് ഒരു 10 ചാപ്റ്ററോളം നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 7 ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ടായിട്ട്. അതിൻ്റെ PDF നമ്മൾ ടെലഗ്രാമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ഒരു 3 ചാപ്റ്ററും കൂടെ എടുക്കാനുണ്ട്. ഫെഡറലിസം, കാര്യനിർവഹണ വിഭാഗം, പൗരത്വം, അത് വിട്ടുപോയതാണ്. അപ്പോൾ ആ 3 ചാപ്റ്റർ നമ്മൾ ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടെ കണ്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നോട്ട് തയ്യാറാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്ത് നിന്ന് വരുന്ന 8 മാർക്കും നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, +2 മെയിൻസിന് 8 മാർക്കിനാണ്. അപ്പോൾ അത്രയും മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കോളും. ഡിഗ്രി ലെവൽ മെയിൻസുകാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ഈ SCERT പാഠഭാഗങ്ങളും +1 കോൺസ്റ്റിറ്റ്യൂഷനും പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ടെലഗ്രാമിലും അതിൻ്റെ ലിങ്ക് ഇട്ട് തന്നേക്കാം. അപ്പോൾ ആ വീഡിയോസും കൂടെ കണ്ടതിന് ശേഷം നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് SCERT ഒരൊറ്റ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്